ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ കത്രിക ഉണ്ടാവുമല്ലോ, കത്രികയ്ക്ക് മൂർച്ച കൂട്ടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. ഇത് ഞാൻ ഉപയോഗിക്കുന്ന കത്രികയാണ്. എൻ്റെ മക്കളെടുത്ത് വെച്ച് പണിയപ്പോൾ അവർ ഈ പേപ്പറായിരിക്കും കൂടുതൽ വെട്ടുന്നത്. അത് വെട്ടിക്കഴിഞ്ഞ് നമ്മൾ തുണി മുറിക്കാൻ നോക്കുമ്പം തുണി മുറിയത്തില്ല, നല്ല സ്മൂത്തായിട്ട് മുറിഞ്ഞു വരില്ല. ചിലപ്പോൾ ഇങ്ങനെ മുറിക്കുമ്പം പകുതിക്ക് വെച്ച് ചിലപ്പോൾ വെട്ട് വീഴും, ചിലപ്പോൾ വെട്ട് വീഴത്തില്ല, ആ ഒരു രീതിക്കായിരിക്കും. അപ്പം ഇത് ഇപ്പം ഈ തുണിയിൽ തന്നെ കണ്ടില്ലേ, അപ്പോൾ അത് നല്ലപോലെ മുറിയത്തില്ല. അപ്പം നമുക്കാണെങ്കിൽ ഇത് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ മുട്ടത്തോടുണ്ടാവുമല്ലോ, മുട്ടത്തോടാണ് ഇത്. വെച്ച് ഈ മുട്ടത്തോടിനകത്ത് നമ്മൾ ആ മുട്ടത്തോട് കത്രിക വെച്ച് കട്ട് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ആരം കൊണ്ട് നല്ലപോലെ മൂർച്ച കൂടും. ഇതിനൊരു അരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഈ അരം എന്ന് പറയുന്നത് നമ്മൾ ഈ മൂർച്ച കൂട്ടുന്ന സാധനത്തിനെ അരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു ഇതറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 മുട്ടത്തോടേ ഉള്ളായിരുന്നു. ഒരു 3-4 മുട്ടത്തോടൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അത്. കുറച്ച് 3-4 മുട്ടത്തോട് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ഈ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്താൽ മതി. പിന്നീട് നമ്മളത് തുണി മുറിച്ച് കഴിയാൻ നല്ലതായിട്ട് തുണി മുറിഞ്ഞു വരും. ഇടയ്ക്ക് ചിലപ്പം നമ്മൾ തുണി ഇങ്ങനെ മുറിക്കുമ്പം നമ്മൾ ആദ്യത്തേന് മുറിയും കുറച്ച് ഭാഗം, പിന്നെ മുറിയത്തില്ല. അങ്ങനെ ആയിരിക്കും നമ്മുടെ മൂർച്ചയില്ലാത്ത കത്രിക. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കത്രിക മുറിയാത്തതുണ്ടെങ്കിൽ നമുക്കിതുപോലെ മുട്ടത്തോട് വെച്ച് നമുക്ക് മൂർച്ച കൂട്ടാം. ഇതിപ്പോൾ ഞാൻ ആ 2 മുട്ടത്തോടും കുറേ അത് പൊടിയായിട്ട് കണ്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് തുണിയിൽ മുറിയുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഇനി ആ തുണി എടുത്തിട്ടിട്ട് എന്താ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ കണ്ടണം നല്ലതായിട്ട് നമ്മൾ നേരത്തെ ആ മൂർച്ച ഇല്ലാതിരുന്നതിൽ ഇത് നല്ലപോലെ മുറിഞ്ഞു വരുന്നുണ്ട്. ഇത് നേരത്തെ മൂർച്ച ഇല്ലാഞ്ഞപ്പോൾ ഇങ്ങനെ പോലും നമുക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും മൂർച്ച കുറവുള്ള കത്രിക ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു ടിപ്പാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.